ജീവിതത്തിൽ പ്രതിസന്ധികളും പരാജയങ്ങളും ഉണ്ടാകുമ്പോൾ നാം പലപ്പോഴും നിരാശയുടെ ഇരുണ്ട മുറികളിലേക്ക് ഒളിക്കാറില്ലേ? എന്നാൽ ഇത്തരം അടച്ചുപൂട്ടപ്പെട്ട അനുഭവങ്ങളിലാണ് ദൈവത്തിന്റെ അത്ഭുതകരമായ പ്രകാശം നമ്മെ തേടിയെത്തുന്നത്. ഇന്നത്തെ പെന്തക്കുസ്ത തിരുനാളിൽ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വിചിന്തനം ചെയ്യുക. യഹൂദന്മാരെ ഭയന്ന് കഥ കടച്ചിരുന്ന ശിഷ്യന്മാരുടെ നടുവിലേക്ക് ഈശോ കടന്നുവന്ന് സമാധാനം ആശംസിക്കുന്നു. അവിടുന്ന് തന്റെ കൈകളും പാർശ്വവും കാണിച്ച് അവരുടെ ഭയത്തെ വലിയ സന്തോഷമാക്കി മാറ്റി. നമ്മുടെ ജീവിതത്തിലെ പൂട്ടപ്പെട്ട വാതിലുകളെയും ഭയങ്ങളെയും മാറ്റാൻ ദൈവത്തിന് മാത്രമേ സാധിക്കൂ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ തകർച്ചകളിൽ നിന്ന് പുതിയൊരു തുടക്കം നൽകുന്നു. ഈശോ ശിഷ്യന്മാരുടെ മേൽ ഊതിക്കൊണ്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ അവരോട് ആവശ്യപ്പെടുന്നു. നമുക്കും ഈ നിമിഷം 2 വരികൾ പാടി പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാം. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. പാപങ്ങൾ ക്ഷമിക്കാനുള്ള വലിയ അധികാരവും ഈ വചനത്തിലൂടെ അവിടുന്ന് അവർക്ക് നൽകുന്നുണ്ട്. ഭയപ്പെട്ടിരുന്നവരെ ധീരരായ സുവിശേഷ പ്രഘോഷകരാക്കി മാറ്റിയത് ഈ പരിശുദ്ധാത്മാവാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയങ്ങളിൽ ഇന്നും സമാധാനം നൽകുവാൻ കർത്താവായ ഈശോ അതിയായി ആഗ്രഹിക്കുന്നു. നാം കൊതിക്കണം. ദൈവത്തിന്റെ ജീവശ്വാസം നമ്മിൽ വന്നു നിറയുമ്പോൾ എല്ലാ നിരാശകളും മാറിപ്പോകും. ഈ വചനഭാഗം നമ്മുടെ ജീവിതത്തിൽ പുതിയ പ്രത്യാശയും ആത്മവിശ്വാസവും നിറയ്ക്കട്ടെ. പെന്തക്കുസ്ത ദിനാശംസകൾ നേർന്നുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ എപ്പോഴും നയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ആമേൻ.